ഞങ്ങളെ കരുതുന്ന നല്ല ദൈവമേ, മനോഹരമായ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. പലവിധ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് ഈ ദിവസം മുഴുവനും സന്തോഷവും സമാധാനവും നൽകി വഴി നടത്തണമേ. അങ്ങയിൽ നിന്ന് ഞങ്ങൾ എത്ര ദൂരെയാണെങ്കിലും ഞങ്ങളെ തേടി വരുന്ന ഈശോയെ, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന അങ്ങയുടെ വചനം കേൾക്കുവാൻ കഴിയും വിധം ഞങ്ങളുടെ അടഞ്ഞ കാതുകളെ അങ്ങ് തന്നെ തുറക്കണമേ. എങ്ങോട്ടെന്നില്ലാതെ പായുന്ന ഞങ്ങളുടെ മനസ്സിനെ പ്രത്യാശയിലേക്ക് തിരിച്ചുവിടണമേ. അനാവശ്യമായ കെട്ടുബന്ധങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാനായി വേഗം വരണമേ ഈശോ. പലവിധ പ്രശ്നങ്ങളിൽ ഉഴലുന്നവർ, മുന്നോട്ടൊരു വഴിയും കാണാതെ അലയുന്നവർ, എല്ലാ മക്കളോടും കരുണയായിരിക്കണമേ. പുതിയ വഴികൾ അവർക്കായി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിഹാരമില്ലെന്നുറപ്പായ പ്രശ്നങ്ങൾക്കുമേൽ തമ്പുരാനെ മിഴി തുറക്കണമേ. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ആരെങ്കിലും ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുവെങ്കിൽ ഈശോ, ഞാൻ അവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുവാൻ ദയയുണ്ടാകണമേ. സ്വർഗം തുറക്കണമേ ഈശോ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹപിതാവേ, നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുൻപിലായി ജീവിത കാലമിതാ. കനിയൂ സ്നേഹപിതാവേ. ഈ മനോഹരമായ പ്രഭാതത്തിൽ 23-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് ചേർന്ന് ആരാധിക്കാം. കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും.